വിദൂരഗ്രഹങ്ങളിൽ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തുവാൻ നമ്മൾ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അതിനായി സൗരയൂഥത്തിൻ്റെ അതിരിനപ്പുറത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് താരതമ്യേന തൊട്ടടുത്തായി ഒരു അതുല്യമായ ലോകം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അന്തരീക്ഷത്തിൽ മഴമേഘങ്ങളുണ്ട്. അവിടെ മഴ പെയ്യുന്നു. അതിൻ്റെ ഉപരിതലത്തിൽ വലിയ നദികൾ തടാകങ്ങളിലേക്കും കടലുകളിലേക്കും ഒഴുകുന്നു. എന്നിട്ടും ആ ആകർഷകരമായ ആകാശഗോളത്തിലെ സാഹചര്യങ്ങൾ അതീവ മാരകമാണ്. പക്ഷേ അവിടെ ഭൂമിക്ക് സമാനമായൊരു കാലാവസ്ഥാ ചക്രം നിലനിൽക്കുന്നുമുണ്ട്. എത്ര വിചിത്രമായ ലോകമാണല്ലേ. ഇന്ന് നമ്മൾ പോകുന്നത് ശനിയുടെ സമീപത്തേക്കാണ്, ടൈറ്റൻ്റെ മഞ്ഞുമൂടിയ ആ വിചിത്ര ലോകത്തിലേക്ക്. ടൈറ്റൻ സൂര്യനിൽ നിന്നും ഏകദേശം 10 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നക്ഷത്രത്തിൻ്റെ ജീവന് അനുയോജ്യമായ മേഖലയ്ക്ക് പുറത്താണിത്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഇതിൻ്റെ ഭ്രമണപഥം ശനിയുടെ മധ്യഭാഗത്തു നിന്നും ഏകദേശം 12 ലക്ഷം കിലോമീറ്ററുകൾ അകലെയാണ്. ഈ ആകാശഗോളത്തിൻ്റെ ഭ്രമണപഥം ഏകദേശം വൃത്താകൃതിയിലാണ്. ഈ വാതകദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പൂർണ്ണമായ ഭ്രമണം പൂർത്തിയാക്കുവാൻ 16 ഭൗമദിനങ്ങളിൽ അല്പം കുറവ് സമയം മാത്രമാണ് വേണ്ടത്. ടൈറ്റൻ്റെ വ്യാസം എന്നത് 5152 കിലോമീറ്ററുകളാണ്. ഇത് ബുധൻ്റെ വ്യാസത്തേക്കാൾ 5.6% കൂടുതലാണ്. അതേസമയം ഇതിൻ്റെ മാസ് 1.35 × 10⁻23 കിലോഗ്രാം മാത്രമാണ്. ഇത് മെർക്കുറിയുടെ ഏകദേശം 40% മാത്രമേ ഉള്ളൂ. കണക്കുകൂട്ടലുകൾ കാണിക്കുന്നത് ടൈറ്റൻ്റെ ശരാശരി സാന്ദ്രത ഭൂമിയുടേതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി കുറവാണ് എന്നാണ്. അതായത് നിലവിലെ ശാസ്ത്രീയ ആശയങ്ങൾ അനുസരിച്ച് ഇതിന് ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രാസഘടനയാണുള്ളത്. ടൈറ്റൻ്റെ കേന്ദ്രത്തിൽ ഏകദേശം 3400 കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ കാമ്പുണ്ട്. വിവിധ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 100 കണക്കിന് കിലോമീറ്ററുകൾ ആഴമുള്ള ഒരു തണുത്ത ദ്രവസമുദ്രത്തിൻ്റെ അടിഭാഗത്തുള്ള സാന്ദ്രമായ അടുക്കിയ മഞ്ഞിൻ്റെ കട്ടിയുള്ള പാളിയാണ് ഇതിനെ ചുറ്റിയിരിക്കുന്നത്. ഈ സമുദ്രത്തിൽ വലിയ അളവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അമോണിയയും മീഥെയിനും വിവിധ ക്ഷാരലവണങ്ങളും അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ താപനില സാധാരണ വെള്ളത്തിൻ്റെ താപനിലയേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റൻ്റെ ആന്തരിക സമുദ്രം 0 താഴെയുള്ള താപനിലയിലും ദ്രവരൂപത്തിൽ തുടരാൻ കഴിയും. ജലമഞ്ഞും മീഥെയിൻ ജലകണികകളും ചേർന്ന് ഏകദേശം 100 കിലോമീറ്റർ കട്ടിയുള്ള പുറംപാളിയാണ് ഇതിനെ ചുറ്റിയിരിക്കുന്നത്. സമീപത്തുള്ള ശനിയുടെ വേലിയേറ്റ ബലങ്ങൾ ഈ പാളിയെ തുടർച്ചയായി രൂപഭേദം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫലമായി വലിയ വിള്ളലുകളും പിളർപ്പുകളും എല്ലാം രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഞ്ഞുപർവ്വതങ്ങൾ രൂപപ്പെടുന്നു. ഇവ വലിയ അളവിൽ മീഥെയിൻ, അമോണിയ, വെള്ളം എന്നിവ ആകാശഗോളത്തിൻ്റെ പുറത്തേക്ക് പുറന്തള്ളുന്നു. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ മീഥെയിൻ ഭൂമിയിലെ ജലബാഷ്പം വഹിക്കുന്നതിന് സമാനമായ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഉപഗ്രഹത്തിൻ്റെ ശരാശരി ഉപരിതല താപനില കേവലം 94 കെൽവിനാണ്. അതായത് ഏകദേശം -179 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ഇത് മീഥെയിൻ്റെ തിളനിലയ്ക്ക് അല്പം താഴെയുള്ള താപനിലയാണ്. ഈ താപനിലയിലെ സ്വാഭാവിക വ്യതിയാനങ്ങൾ ഹൈഡ്രോ കാർബൺ നീരാവി ഘനീഭവിക്കുന്നതിനും മീഥെയിൻ രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അതുവഴിയാണ് സമുദ്രങ്ങളും തടാകങ്ങളും നദികളും എല്ലാം രൂപപ്പെടുന്നത്. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ പ്രധാനമായും ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നു. ഇത് അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 98.4% വരും. അതേസമയം അതിശൈത്യം കാരണം മീഥെയിൻ്റെ അളവ് ഏകദേശം 1.6% മാത്രമേ ഉള്ളൂ. ഉപഗ്രഹത്തിൻ്റെ അന്തരീക്ഷം അതിൻ്റെ ഉപരിതലത്തിനടുത്തായി വളരെ സാന്ദ്രമാണ്. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ ഉയരം 500 മീറ്ററിൽ താഴെയാണ്. ആകാശഗോളത്തിൻ്റെ ഉപരിതലത്തിൻ്റെ ഭൂരിഭാഗവും പല പാളികളുള്ള മേഘങ്ങളാലും ഓറഞ്ച്, മഞ്ഞ നിറങ്ങളുള്ള മൂടൽ മഞ്ഞിനാലും നമ്മുടെ കണ്ണുകളിൽ നിന്നും ശാശ്വതമായി മറഞ്ഞിരിക്കുന്നു. ദ്രവമീഥെയിൻ്റെയും അലിഞ്ഞു ചേർന്ന ജൈവവസ്തുക്കളുടെയും ചെറുതുള്ളികൾ ചേർന്ന് രൂപപ്പെടുന്ന ഒരു മൂടൽമഞ്ഞാണ് ഈ സവിശേഷ കാലാവസ്ഥ പ്രതിഭാസം. ഇതാണ് ടൈറ്റന് അതിൻ്റെ പ്രത്യേക നിറവും രൂപവും നൽകുന്നത്. ഈ മൂടൽമഞ്ഞ് ടൈറ്റൻ്റെ ഉപരിതലത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ദൃശ്യപ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ചിതറിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ഇൻഫ്രാറെഡ് പ്രകാശത്തെ പുറത്തേക്ക് വികിരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രത്യേക അസാധാരണമായ ഒരു ഹരിതഗ്രഹ വിരുദ്ധ പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഫലമായി ടൈറ്റൻ്റെ ഉപരിതലം ഏകദേശം 10 ഡിഗ്രി കൂടി തണുക്കുന്നു. ഈ പ്രതിഭാസം ടൈറ്റനെ നേരിട്ട് പരിവേഷണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു. എന്നാൽ കസീനി പരിക്രമണ പേടകത്തിൻ്റെ ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടെ
ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ടൈറ്റൻ്റെ വിവിധ ഭാഗങ്ങൾ ഭൂപടമാക്കി മാറ്റി. തീർച്ചയായും ഈ ഭൂപടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര കൃത്യമല്ല. എന്നിരുന്നാലും ആകാശഗോളത്തിൻ്റെ ഉപരിതലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകൾ തിരിച്ചറിയുവാൻ അവ മതിയായിരുന്നു. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹത്തിൻ്റെ ഉപരിതലം പരസ്പരം ശക്തമായ വൈരുദ്ധ്യമുള്ള പ്രദേശങ്ങളാൽ നിറഞ്ഞിരുന്നു. അവയിൽ ചിലത് അവയിൽ പതിക്കുന്ന പ്രകാശത്തെ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നു. മറ്റു ചില പ്രദേശങ്ങൾ താരതമ്യേന ഇരുണ്ട നിറത്തിലുള്ളവയാണ്. അത്തരമൊരു പ്രദേശം ഭൂമധ്യരേഖയ്ക്ക് അല്പം തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഇതിനെ അസ്ലാൻ എന്നാണ് വിളിക്കുക. ടൈറ്റനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിൽ ഒന്നാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് ഡൂം അഥവാ ഡൂം മോൺസ് എന്നറിയപ്പെടുന്ന ഈ പർവ്വതം ചുറ്റുമുള്ള സമതലങ്ങളിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഈ പർവ്വതത്തിന് ഏകദേശം 60 കിലോമീറ്റർ വരെ വ്യാസമുണ്ട്. ഇതിൻ്റെ കൊടുമുടിയിൽ ഗർത്തങ്ങളുണ്ട്. ഇതിൻ്റെ ചെരിവുകളിൽ താരതമ്യേന പുതിയതും പ്രക്ഷുബ്ധവുമായ ഒഴുക്കുകളുടെ അടയാളങ്ങളും കാണപ്പെടുന്നു. ഇത് ഡൂം മോൺസിൻ്റെ വടക്ക് കിഴക്കായി ഒരു സജീവ അഗ്നിപർവ്വതം ഉണ്ടായിരിക്കാമെന്ന സൂചന നൽകുന്നു. ഇതിൽ നിന്നും ടൈറ്റൻ്റെ ഏറ്റവും ആഴമേറിയ താഴ്വാരത്തേക്ക് ഇറങ്ങാം. ഏകദേശം 30 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ താഴ്വാരമാണിത്. ഇതിൻ്റെ അടിഭാഗം സമീപത്തെ സമതലങ്ങളെക്കാൾ ഏകദേശം 2 കിലോമീറ്റർ താഴെയാണ്. ഒരു വലിയ മഞ്ഞുപർവ്വതത്തിൻ്റെ വായായിരിക്കാം ഇത് എന്നാണ് കരുതപ്പെടുന്നത്. ഡൂം മോൺസിൻ്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പർവ്വതത്തോടൊപ്പം ഇത് ഒരൊറ്റ ഭൗമഘടനയുടെ ഭാഗമാണ് എന്നും കരുതപ്പെടുന്നു. അവിടെ വിശാലമായ മഹിനി ഫ്ലക്ടസ് വ്യാപിച്ചു കിടക്കുന്നു. ഡൂം മോൺസിൽ നിന്നുള്ള പുറന്തള്ളലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന വിശാലമായൊരു പ്രദേശമാണിത്. ഈ പ്രദേശം ഏകദേശം 180 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. തെക്കുഭാഗത്ത് ഇതിൻ്റെ വീതി ഏകദേശം 15 കിലോമീറ്ററും വടക്കുഭാഗത്ത് ഏകദേശം 60 കിലോമീറ്ററുമാണ്. ശീതീകരിച്ച മീഥേൻ്റെയും ജലമഞ്ഞിൻ്റെയും മിശ്രിതമടങ്ങിയ വിശാലമായ മൺകൂനകളാൽ ചുറ്റപ്പെട്ട ഫെൻസിൽ എന്ന ഇരുണ്ട പ്രദേശത്തിലൂടെയാണ് നമ്മുടെ പറക്കൽ തുടരുന്നത്. ആകാശഗോളത്തിലെ ഏറ്റവും വലിയ ആഘാതകർത്തമായ മിനർവ അതിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 440 കിലോമീറ്റർ വരെ വ്യാസമുണ്ട്. ടൈറ്റനിലെ മറ്റേതൊരു ഗർത്തത്തെക്കാളും ഏകദേശം 3 ഇരട്ടി വലുതാണിത്. ഗർത്തത്തിൻ്റെ ആഴം ഏകദേശം 200 മീറ്ററാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പർവ്വതനിരകളുടെ ഉയരം 500 മീറ്ററിൽ താഴെയാണ്. പഠനങ്ങൾ പ്രകാരം മിനർവ ടൈറ്റനിലെ ഏറ്റവും വലുതും ഏറ്റവും പഴക്കമുള്ളതുമായ ഗർത്തം കൂടിയാണ്. വ്യത്യസ്ത കണക്കുകൾ പ്രകാരം ഈ ഗർത്തത്തിന് 30 കോടി മുതൽ 120 കോടി വർഷം വരെ പഴക്കമുണ്ടാകാം. മണ്ണൊലിപ്പും ഭൂമിശാസ്ത്രപരമായ ചലനങ്ങളും ഗർത്തത്തിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വലിപ്പം വളരെ വലുതായതിനാലാണ് ഇത് ഇന്നും വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. മിനർവയുടെ മധ്യഭാഗത്ത് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു ആന്തരിക ഘടനയുണ്ട്. കുന്നുകളുടെ വളയങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ പരന്ന പ്രദേശവും അവിടെ കാണാം. ഏകദേശം 200 കിലോമീറ്റർ വ്യാസമുള്ള ഈ പ്രദേശം വളരെ തെളിച്ചമുള്ളതാണ്. അതിനാൽ ബഹിരാകാശത്ത് നിന്നുപോലും ഇത് വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കിടങ്ങുകൾ എന്നറിയപ്പെടുന്ന ഘടനകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഏകദേശം 50 കിലോമീറ്റർ വീതിയുള്ള ഇരുണ്ട സമതലങ്ങൾക്ക് ശേഷം ഗർത്തത്തിൻ്റെ പുറം അതിർത്തിയായി മാറുന്ന താഴ്ന്ന പർവ്വതങ്ങളുടെ ഒരു വളയവും കാണാം. നമ്മുടെ പറക്കൽ അടുത്തതായി നമ്മെ തെക്കോട്ടാണ് കൊണ്ടുപോകുന്നത്. ടൈറ്റൻ്റെ ഏറ്റവും ശ്രദ്ധേയവും നിഗൂഢവുമായ ഭൂപ്രകൃതി സവിശേഷതകളിൽ ഒന്നാണിത്. ജോസ് ആർക്കസ് സൗരയൂഥത്തിലെ തന്നെ ഒരു അതുല്യമായ രൂപീകരണമാണിത്. ഏകദേശം 600 കിലോമീറ്റർ നീളമുള്ള തിളക്കമുള്ള ഒരു വളയാകൃതിയുള്ള പ്രദേശമാണിത്. ക്യാസ്നിയിൽ നിന്നുള്ള റഡാർ വിവരങ്ങൾ കാണിക്കുന്നത് വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള പാറക്കെട്ടുകളുള്ള പർവ്വതനിരകൾക്കും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള വിശാലമായ താഴ്വാരങ്ങൾക്കും ഇടയിലുള്ള ഒരു സ്വാഭാവിക അതിർത്തിയാണ് ഹോട്ട് ആർക്കസ് എന്നാണ്. ഈ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ കാലാകാലങ്ങളിൽ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ പ്രതിഭാസം മഞ്ഞുപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നതായി ബന്ധപ്പെട്ടതാണ് എന്നാണ് കരുതുന്നത്. അവയിൽ നിന്ന് പുറത്തു വരുന്ന വസ്തുക്കൾ ഉപഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നേർത്തൊരു പാളിയായി അടിഞ്ഞുകൂടുന്നു. പിന്നീടത് സമീപത്തെ താഴ്വാരത്തേക്ക് ഒഴുകുകയോ ബഹിരാകാശത്തേക്ക് അന്തരീക്ഷത്തിലൂടെ ബാഷ്പീകരിക്കപ്പെട്ടു പോവുകയോ ചെയ്യുന്നു. ഈ പർവ്വതങ്ങളിൽ നിന്നും വടക്കു പടിഞ്ഞാറോട്ടൊഴുകുന്ന നദീതടങ്ങളോട് സാമ്യമുള്ള തിളക്കമുള്ള ചാലുകൾ ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. റെജിയോ ഹോട്ടലിലെ പർവ്വതങ്ങളിൽ നിന്നും വടക്കു പടിഞ്ഞാറോട്ടൊഴുകുന്ന നദീതടങ്ങളോട് സാമ്യമുള്ള തിളക്കമുള്ള ചാലുകളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവിടെയാണ് സനാഡു സ്ഥിതി ചെയ്യുന്നത്. 3 സമാന്തര പർവ്വതനിരകൾ ചേർന്ന് രൂപം കൊണ്ട വളരെ പരുക്കൻ ഭൂപ്രകൃതിയുള്ള വിശാലമായൊരു താഴ്ന്ന പ്രദേശമാണിത്. തെക്കൻ പർവ്വതങ്ങളിലെ കൊടുമുടികൾക്ക് ശരാശരി 1.9 കിലോമീറ്ററോളം ഉയരമുണ്ട്. ഏകദേശം 150 കിലോമീറ്റർ നീളമുള്ള
ഇവിടുത്തെ വരമ്പുകൾ ടൈറ്റനിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം 3337 മീറ്റർ വരെ ഉയരുന്നു. പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ 100 കണക്കിന് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇരുണ്ട സമതലം മുന്നിൽ കാണാം. ഇതിനെ ഷാങ്രി ല എന്നാണ് വിളിക്കുന്നത്. ഈ പ്രദേശം ഒരു കാലത്ത് മുഴുവൻ ദ്രവ മീഥേൻ കൊണ്ട് മൂടപ്പെട്ടിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിയിലെ ഭൂഗർഭജലത്തിന് സമാനമായി ഈ ദ്രവം ഉപരിതലത്തിനടിയിൽ നിലകൊണ്ടിരിക്കാമെന്നും അനുമാനിക്കപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും ശരാശരി ഉയരത്തേക്കാൾ താഴെയാണ്. താരതമ്യേന പരന്ന ഭൂപ്രകൃതിയാണ് ഇവിടെ കാണപ്പെടുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇളം നിറത്തിലുള്ള കുന്നുകൾ കാണപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ചുറ്റിലുമുള്ള ഈ ഇരുണ്ട പ്രദേശങ്ങളെക്കാളും വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന തിളക്കമുള്ള അതിരി ഉയർന്ന പ്രദേശമാണിവ. ഈ പ്രദേശം ഏകദേശം 2500 കിലോമീറ്റർ വരെ നീണ്ടുകിടക്കുന്നു. നിരവധി നീർച്ചാലുകളുടെയും ഗുഹകളുടെയും ഒരു യഥാർത്ഥ ശൃംഖലയാണിത്. ഫോട്ടോഗ്രാഫുകളിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന ദ്രവ ഹൈഡ്രോ കാർബണുകളുടെ സമൃദ്ധമായ ഒഴുക്കുകളാൽ ഇവ രൂപപ്പെട്ടതാകാം എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ അതിരിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ബെലാത്തിൻ്റെ വിശാലമായ ഇരുണ്ട താഴ്ന്ന പ്രദേശമാണുള്ളത്. കിഴക്ക് ഭാഗത്ത് ഷാങ്രീലായുടെ അതിർത്തിക്ക് സമീപത്താണ് ഹൈജൻ ഇറങ്ങിയ മേഖല സ്ഥിതി ചെയ്യുന്നത്. നാളിതുവരെ ഔട്ടർ സോളാർ സിസ്റ്റത്തിലെ ഒരു ആകാശഗോളത്തിൻ്റെ ഉപരിതലത്തിൽ നേരിട്ട് സ്പർശിച്ച ഒരേ ഒരു വാഹനം ഹൈജൻ പേടകമാണ്. ഇത് ക്യാസിനി ഹൈജൻ എന്ന ശാസ്ത്ര പര്യവേഷണ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ക്യാസിനി പരിക്രമണ പേടകത്തിനോടൊപ്പം 1997 ഭൂമിയിൽ നിന്നും യാത്ര തിരിച്ച ഈ ദൗത്യം 7 വർഷങ്ങൾക്ക് ശേഷം അന്തർഗ്രഹ ബഹിരാകാശത്ത് സഞ്ചരിച്ചു. 2004 തുടക്കത്തിൽ കാസിനി ശനിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തി. 2005 തുടക്കത്തിൽ ഹൈജൻ ടൈറ്റനിലെത്തി. പുതിയ കണ്ടെത്തലുകൾക്കായി അത് ടൈറ്റൻ്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. മറുവശത്ത് കാസിനി വാതക ഭീമൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ തുടർന്നു. കൂടാതെ ടൈറ്റനിൽ ഗവേഷണം നടത്തുന്നതിനുള്ള ഓരോ ഭാഗങ്ങളും നിർവഹിക്കുകയും ഹൈജൻ പേടകത്തിന് വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഇടനിലക്കാരനുമായി പ്രവർത്തിക്കുകയും ചെയ്തു. സങ്കീർണമായൊരു പാരാച്യൂട്ട് സംവിധാനത്തിൻ്റെ സഹായത്തോടെ അന്തരീക്ഷത്തിൽ 2.5 മണിക്കൂറിൽ താഴെ സമയം ചെലവഴിച്ച പേടകം ക്രമേണ വേഗം കുറച്ചു. ഒടുവിൽ അത് ഉപരിതലത്തിൽ സ്പർശിക്കുമ്പോഴേക്കും അതിൻ്റെ വേഗത സെക്കൻഡിൽ 4.4 മീറ്റർ മാത്രമായിരുന്നു. പേടകം അതിൻ്റെ ഭാരത്തിൻ്റെ 15 മടങ്ങ് വരെ അനുഭവപ്പെട്ട ആഘാതം വിജയകരമായി അതിജീവിച്ചു. തുടർന്ന് ഉടൻ തന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. പേടകത്തിൽ ഉപഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ വിവിധ വശങ്ങൾ പഠിക്കുവാൻ രൂപകൽപ്പന ചെയ്ത നിരവധി ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. വായുപ്രവാഹങ്ങളുടെ ശക്തിയും ദിശയും അളക്കുവാനും അന്തരീക്ഷത്തിൻ്റെ വൈദ്യുത ചാലകത, താപനില, ഘടന എന്നിവ പരിശോധിക്കുവാനും പേടകത്തിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പേടകം ചിത്രങ്ങളും ശബ്ദരേഖകളും പകർത്തി. ലാൻഡിങ്ങിനിടെ ടൈറ്റൻ്റെ ഉപരിതലത്തിൻ്റെ ഘടനയും സവിശേഷതകളും പരിശോധിക്കുകയും ചെയ്തു. ഉപരിതലവുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം ക്യാമറകൾ ആദ്യം കണ്ടത് വിവിധ വലിപ്പത്തിലുള്ള വൃത്താകൃതിയുള്ള പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഒരു പരന്ന പ്രദേശമായിരുന്നു. ശക്തമായ ദ്രവപ്രവാഹങ്ങളുടെ സ്വാധീനം വ്യക്തമായി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആകൃതിയായിരുന്നു അവയ്ക്കുണ്ടായിരുന്നത്. ഉപരിതലത്തിനുള്ളിലേക്ക് ഏകദേശം 15 മീറ്റർ വരെ ആഴത്തിൽ തുളച്ചു കയറുന്ന ഒരു പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ച് ഉപരിതലത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ഒന്നിലധികം സെൻസറുകൾ അതിൻ്റെ സാന്ദ്രത അളന്നു. പരിശോധനയിൽ താരതമ്യേന മൃദുവായതും എന്നാൽ സാന്ദ്രവുമായ അടിത്തട്ടിന് മുകളിൽ ചെറിയ വൃത്താകൃതിയുള്ള കല്ലുകളുടെ നേർത്ത പാളി കിടക്കുന്നതായി കണ്ടെത്തി. നനഞ്ഞ മണലിലോ സാന്ദ്രമായ മഞ്ഞിനോ സമാനമായ സ്വഭാവമായിരുന്നു അവിടുത്തെ ഉപരിതലത്തിന്. ഹൈജൻ ഇറങ്ങിയ പ്രദേശത്തെ മണ്ണ് ദ്രവ ഹൈഡ്രോ കാർബണുകളാൽ പൂർണ്ണമായ കടൽ തീരത്തെ മണ്ണിന് സമാനമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 350 ചിത്രങ്ങൾ ഉൾപ്പെടെ ഭൂമിയിലേക്ക് അയച്ച 500 മെഗാബൈറ്റ് വിവരങ്ങളുടെ സൂക്ഷ്മമായ വിശകലനം ടൈറ്റൻ്റെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട നിരവധി സവിശേഷതകൾ വെളിപ്പെടുത്തി. ഉദാഹരണത്തിന്, ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ ടൈറ്റൻ്റെ അന്തരീക്ഷത്തെ 2 ഭാഗങ്ങളായി വേർതിരിക്കുന്ന പോലെ ഏതാണ്ട് പൂർണ്ണമായ ശാന്തതയുള്ള ഒരു പാളിയുണ്ട് എന്ന് കണ്ടെത്തി. മുകളിലെ അന്തരീക്ഷത്തിലെ വായുപ്രവാഹങ്ങളോ ഉപരിതലത്തിലെ കാറ്റുകളോ ഈ പാളിയിൽ എത്തുന്നേയില്ല. ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നത് എന്താണ് എന്ന് ഇന്നും വ്യക്തമായിട്ടില്ല. മറ്റൊരു സവിശേഷത ടൈറ്റന് 2 അയണോസ്ഫിയറുകൾ ഉണ്ട് എന്നതാണ്. ഇതിൽ ആദ്യത്തേത് ഏകദേശം 1200 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയണീകരിക്കപ്പെട്ട കണങ്ങളുടെ വലിയ സാന്ദ്രതയുള്ള ഉയർന്ന വൈദ്യുത ചാലകതയുള്ള ഒരു പാളിയാണിത്. നക്ഷത്ര കാറ്റുകളുടെയും ബഹിരാകാശ വികിരണത്തിൻ്റെയും സ്വാധീനത്താലാണ് ഈ പാളി രൂപപ്പെട്ടത് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ അയണോസ്ഫിയർ ഏകദേശം 60 കിലോമീറ്റർ ഉയരത്തിൽ വളരെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്ന കാര്യം ഇപ്പോഴും ശാസ്ത്രജ്ഞർക്കിടയിൽ ചർച്ചാ വിഷയമാണ്.
ടൈറ്റൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊരു ധാരണ ലഭിച്ചു. ഇനി നമുക്ക് വീണ്ടും ടൈറ്റൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാം. അതിരി പ്രദേശത്ത് നിന്നും വടക്കു പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ ടൈറ്റൻ്റെ ഏറ്റവും വലിയ ഹൈഡ്രോ കാർബൺ സംഭരണിയായ ക്രാക്കൻ മെരായിലെത്തും. ഇതിൻ്റെ ആകെ വിസ്തീർണം എന്നത് 4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളമാണ്. ഇത് കരിങ്കടലിനേക്കാൾ അല്പം ചെറുതാണ്. ദ്രവ ഹൈഡ്രോ കാർബൺ മിശ്രണത്തിൻ്റെ ഉയർന്ന കട്ടിയുള്ള സ്വഭാവം കാരണം ഈ സംഭരണിയുടെ കൃത്യമായ ആഴം ഇതുവരെ അളക്കുവാൻ കഴിഞ്ഞിട്ടേയില്ല. മിക്ക പ്രദേശങ്ങളിലും ഇതിൻ്റെ ആഴം 200 മീറ്ററിൽ കൂടുതലാണ് എന്ന് മാത്രം അറിയാം. മറ്റൊരു വലിയ പ്രകൃതിദത്ത തടം എന്നത് ലീജിയ മേയർ. ടൈറ്റൻ്റെ വടക്കൻ ധ്രുവത്തിന് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വ്യാസം ഏകദേശം 500 കിലോമീറ്ററാണ്. വിസ്തീർണം ഏകദേശം 1 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളമാണ്. ഇത് ബൈക്കാൽ തടത്തേക്കാളും ഏകദേശം 3 ഇരട്ടി വലുതാണ്. ഇടുങ്ങിയതും നീളമുള്ളതുമായ ട്രാവിസ് ഫ്രേറ്റം എന്ന ജലപാതയാണ് ഈ സമുദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. 173 കിലോമീറ്റർ നീളമുള്ള ഈ പ്രദേശത്തും ദക്ഷിണ ധ്രുവ മേഖലയ്ക്കുള്ളിലും 2014 ദ്രവമീഥൈൻ നിറഞ്ഞ നിരവധി ചെറിയ തടങ്ങളും കായലുകളും കണ്ടെത്തിയിട്ടുണ്ട്. കാസിനി വീണ്ടും പകർത്തിയ ആ പഴയ ചിത്രങ്ങളുടെ വിശകലനങ്ങളിൽ വ്യക്തമായ സമയങ്ങളിലെടുത്ത ചിത്രങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ലീജിയ മേയറിൻ്റെ ഉപരിതലത്തിൽ ഒരു വലിയ തിളക്കമുള്ള വസ്തു കണ്ടെത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ നിഗൂഢ വസ്തു 260 കിലോമീറ്റർ വ്യാസമുള്ള വളരുകയും എന്നാൽ പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതായി കണ്ടെത്തി. ഇത് വിശദീകരിക്കുവാൻ നിരവധി സിദ്ധാന്തങ്ങൾ തന്നെ മുന്നോട്ട് വന്നു. അവയിൽ ഒരു സിദ്ധാന്തമനുസരിച്ച് താപനിലയിലെ വ്യതിയാനങ്ങൾ വലിയ സമുദ്രത്തിൽ ദ്രവ ഹൈഡ്രോ കാർബൺ മിശ്രണത്തിൻ്റെ പാളികൾ നിരന്തരം രൂപപ്പെടുന്നതിന് കാരണമായി മാറുന്നു. ഇതിൻ്റെ ഫലമായി നൈട്രജൻ കുമിളകൾ രൂപപ്പെടുകയും സംഭരണികളുടെ ആഴങ്ങളിൽ നിന്നും ഉപരിതലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഹൈഡ്രോ കാർബണുകളുടെ ഉയർന്ന കട്ടിയുള്ള സ്വഭാവം കാരണം ഈ കുമിളകൾ സ്ഥിരതയുള്ള തിളക്കമുള്ള നുരകളും വലിയ കൂട്ടങ്ങളുമായി മാറുന്നു. അത്തരം കുമിളകൾക്ക് ഏകദേശം 4.5 സെൻറ്റിമീറ്റർ വരെ വ്യാസവും ഉണ്ടാകാം. ബഹിരാകാശത്ത് നിന്ന് മാസങ്ങളോളം ഇവയെ സ്ഥിരമായി കാണുവാനും സാധിക്കും. ഈ ഘടനകൾ വലിയ ദ്വീപുകളോട് സാമ്യമുള്ളവയാണ്. കാരണം അവ ഇൻഫ്രാറെഡ് വികിരണത്തെ വളരെ നന്നായി പ്രതിഫലിപ്പിക്കുന്നു. 2010 വീണ്ടും വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു മുങ്ങിക്കപ്പൽ പേടകത്തിൻ്റെ പ്രവർത്തനത്തിന് ഇത്തരം കുമിളകൾ വലിയ തടസ്സമായിരുന്നു. എന്നിരുന്നാലും വിവിധ കാരണങ്ങളാൽ ആ ദൗത്യം അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. പിന്നീട് നാസയുടെ ഡ്രാഗൺ ഫ്ലൈ പദ്ധതിക്ക് കൂടുതൽ മുൻഗണന ലഭിച്ചു. നിലവിൽ ഈ വാഹനം രൂപകൽപ്പനയുടെ ഘട്ടത്തിലാണ്. അടുത്തിടെ ഇതിൻ്റെ ചിറകുകളുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷണങ്ങളും വിജയകരമായി നടന്നു. ഭൂമിയിൽ നിന്നുള്ള വിക്ഷേപണം 2027 നടത്താനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ സൃഷ്ടാക്കൾ വിഭാവനം ചെയ്ത പോലെ ഡ്രാഗൺ ഫ്ലൈ 4 ഇരട്ട ചിറകുള്ള ഒരു പറക്കുന്ന പേടകമായിരിക്കും. അതായത് 8 ചിറകുള്ള പേടകം. ഈ രൂപകൽപ്പന അതിൻ്റെ മുൻഗാമിയായ ഇൻജിന്യൂവിറ്റി ചൊവ്വ ഹെലികോപ്റ്ററിൽ നിന്നും വ്യത്യസ്തമാണ്. നിരവധി ചിറകുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും വായുവിൽ തുടരുവാനും ഈ രൂപകൽപ്പനയ്ക്ക് കഴിയും. വാഹനത്തിന് 4 കിലോമീറ്റർ വരെ ഉയരത്തിൽ കയറുവാനും മണിക്കൂറിൽ ഏകദേശം 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാനും കഴിയും. ഇതിനാവശ്യമായ വൈദ്യുതി ഒരു ശക്തമായ റേഡിയോ ഐസോട്ടോപ്പിക് താപ വൈദ്യുത ജനറേറ്ററിൽ നിന്നായിരിക്കും ലഭിക്കുക. പേടകത്തിൻ്റെ ശാസ്ത്രീയ കഴിവുകളും ശ്രദ്ധേയമാണ്. ചുറ്റുമുള്ള ഭൂപ്രദേശത്തിൻ്റെ വിശാലമായ ദൃശ്യങ്ങളും ഭൂതലത്തിൻ്റെ സൂക്ഷ്മ ചിത്രങ്ങളും ഒരേ സമയം പകർത്തുവാൻ കഴിയുന്ന വൈവിധ്യമാർന്ന ക്യാമറ ഇതിൽ സജ്ജീകരിച്ചിരിക്കും. അന്തരീക്ഷത്തിൽ നിന്നുള്ള സാമ്പിളുകളുടെ രാസഘടനകളും പാറകളുടെ ആന്തരിക ഘടനയും നിർണ്ണയിക്കുവാൻ ഈ ദ്രവമാന വിശകലന ഉപകരണത്തിന് കഴിയും. ഒരുപക്ഷെ ഡ്രാഗൺ ഫ്ലൈ ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നമ്മെ സഹായിച്ചേക്കാം. നമുക്ക് കുറഞ്ഞത് പ്രാകൃതമായ ജീവൻ്റെ സാന്നിധ്യമെങ്കിലും കണ്ടെത്താൻ കഴിയുമോ? ടൈറ്റനിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത ഒരു വശത്ത് ഇപ്പോഴും കടുത്ത ചർച്ചാ വിഷയമാണ്. വളരെ താഴ്ന്ന ഉപരിതല താപനില, അന്തരീക്ഷത്തിൽ വളരെ വിഷലിപ്തമായ ഹൈഡ്രോ സയാനിക് ആസിഡിൻ്റെ സാന്നിധ്യം, നമുക്ക് പരിചിതമായ രീതിയിലുള്ള ദ്രവജലത്തിൻ്റെ അഭാവം എന്നിവ കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയാവുന്ന തരത്തിലുള്ള ജീവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്നാൽ മറുവശത്ത് ടൈറ്റൻ്റെ അന്തരീക്ഷം അവിശ്വസനീയമായ വൈവിധ്യമാർന്ന ജൈവ സംയുക്തങ്ങളാൽ നിറഞ്ഞതാണ്. നൈട്രജൻ അടങ്ങിയ അടിസ്ഥാന സംയുക്തങ്ങൾ, അമിനോ ആസിഡുകൾ, പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടനകൾ, RNAയുടെയും DNAയുടെയും അടിസ്ഥാന ഘടകങ്ങൾ എന്നിവ അവിടെ സ്വാഭാവികമായി രൂപപ്പെടാൻ കഴിയും എന്ന് കരുതുന്നു. ദ്രവമീഥൈൻ ഒരു ലായകമായി പ്രവർത്തിക്കുകയും ജൈവരാസപ്രവർത്തനങ്ങളിൽ വെള്ളം വഹിക്കുന്ന പങ്കിന് സമാനമായ പങ്ക് വഹിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ചില സാഹചര്യങ്ങളിൽ ഫോസ്ഫറസും ദ്രവ ഹൈഡ്രോ കാർബണുകളും അടങ്ങിയ മിശ്രിതം ആദ്യകാല ഭൂമിയിലെ രാസഘടനയ്ക്ക് സമാനമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കും എന്ന് പരീക്ഷണങ്ങൾ കാണിക്കുന്നു. ഇതിനർത്ഥം ടൈറ്റൻ്റെ ഉപരിതലത്തിൽ നമുക്ക് ഇതുവരെ പരിചിതമല്ലാത്ത തരത്തിലുള്ള വിചിത്രമായ ജീവരൂപങ്ങളെ നേരിടാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ്.
ടൈറ്റൻ തീർച്ചയായും ഒരു സവിശേഷമായ ലോകമാണ്. ഭൂമിയിലേതിന് സമാനമായ നദികൾ മുറിച്ചു കിടക്കുന്ന അതിൻ്റെ ഉപരിതലത്തിൽ ആകർഷകരവും നിഗൂഢവുമായ കാറ്റുകളും മഴകളും സാധാരണമാണ്. ഭൂമിയിലുള്ളവയ്ക്ക് സമാനമായ നദികൾ കടന്നുപോകുന്ന അതിൻ്റെ ഉപരിതലത്തിൽ പ്രപഞ്ചത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറം എത്രയോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ടൈറ്റൻ. എല്ലായിടത്തും ജീവൻ കാണപ്പെടണം എന്നില്ല. കുറഞ്ഞത് നമുക്കറിയാവുന്ന തരത്തിലുള്ള ജീവൻ എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ സ്വന്തം ഉത്ഭവത്തിന് കാരണമായ ഈ അത്ഭുതകരമായ പ്രതിഭാസം പ്രപഞ്ചത്തിലെ മറ്റെവിടെയെങ്കിലും എങ്ങനെ രൂപപ്പെട്ടിരിക്കാം എന്നതാണ് ഇപ്പോഴും വലിയൊരു ചോദ്യം. നമുക്ക് ചുറ്റിലുമുള്ള ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ലോകങ്ങളും പരിശോധിച്ചുകൊണ്ട് ജീവൻ്റെ അടയാളങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ ഉത്തരങ്ങൾ എത്തിച്ചേരുന്ന ആ അന്യലോകങ്ങൾ വളരെ വിദൂരതയിലായിരിക്കില്ല. അത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ പിൻമുറ്റത്ത് തന്നെ ആയിരിക്കാം ഒളിഞ്ഞിരിക്കുന്നത്. ടൈറ്റനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.